ഹലോ നമസ്കാരം. ഇന്ന് നമ്മൾക്ക് പഴയ ഫോൺ കവറിനെ ഒന്ന് കുട്ടപ്പനാക്കിയെടുക്കാം. കുട്ടികളുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള യൂണിക്കോൺ തീമിലാണ് ഈ ഒരു കവറിനെ നമ്മൾ മാറ്റിയെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ഞാൻ എന്താ ഇവിടെ ഫോണിൻ്റെ പഴയൊരു കവർ എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്തിട്ടുള്ളതാണ്. ഇനി ഞാൻ വൈറ്റും ബ്ലൂവും അക്രിലിക് പെയിൻറ്റ് മിക്സ് ചെയ്തിട്ട് ഇതേപോലെ ഒരു ലൈറ്റ് ബ്ലൂ കളറാക്കി എടുത്തിട്ടുണ്ട്. ഈ കളറാണ് നമ്മൾ ഈ കവറിൻ്റെ മുകളിൽ ബേസ് കോഡായിട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. സ്പോഞ്ച് വെച്ചിട്ടാണ് ഞാനിത് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കവറിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ലൈറ്റ് ബ്ലൂ കളർ അടിച്ചു കൊടുക്കാം. സൈഡിലെല്ലാം അടിച്ചു കൊടുക്കണം, 4 ഭാഗത്തും. അപ്പോൾ ഞാനിത് 2 കോട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ആദ്യം ഒരെണ്ണം ഉണങ്ങിയതിന് ശേഷം അടുത്തത് അടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഇനി ഒരു പെയിൻറ്റ് നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടി വെക്കണം. ഇപ്പം ഞാനിത് ഉണക്കി കൊണ്ടുവന്നിട്ടുണ്ട്. മുകൾ ഭാഗത്ത് മാത്രമേ നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടുള്ളൂ, അകത്തെ വശം അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. അത് വേണമെങ്കിൽ ചെയ്താൽ മതി, നിർബന്ധമൊന്നുമില്ല. പുറം ഭാഗം മാത്രമല്ലേ നമ്മൾ ഫോൺ ഇടുന്ന സമയത്ത് കാണുള്ളൂ. ഇനി ഇതിൽ ഞാൻ ഒരു യൂണിക്കോണിൻ്റെ പിക്ചർ വരച്ചിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള ഒരു പിക്ചറാണ്. ഇതിൻ്റെ റിയൽ ഇമേജ് ഞാൻ സൈഡിലായിട്ട് കൊടുക്കാം, അത് നോക്കി വരച്ചാൽ മതി. വളരെ സിമ്പിളാണ്, എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ ഗൂഗിളിൽ നിന്ന് യൂണിക്കോൺ അടിച്ചു കൊടുത്താൽ മതി, നല്ല സിമ്പിളായിട്ടുള്ള ഇമേജസ് ഒക്കെ കിട്ടും. അപ്പോൾ അത് നോക്കി വരച്ചാൽ മതി. ഇത് കളർ ചെയ്യാനായിട്ട് ഞാൻ സ്കെച്ച് പെൻസാണ് എടുക്കുന്നത്. ഒരു റോസ് കളറുള്ളതാണ് ആദ്യം തന്നെ എടുത്തിട്ടുള്ളത്. അക്രിലിക് പെയിൻറ്റ് കൊടുക്കാം ഇതിനകത്ത്, പക്ഷേ എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നിയത് ഈ സ്കെച്ച് പെൻ വെച്ചിട്ട് കൊടുക്കുന്നതാണ്. ഹെയറിൻ്റെ ആ ഒരു ഭാഗത്ത് ഫുൾ ഞാൻ ഈ റോസ് കളർ തന്നെയാണ് കൊടുക്കുന്നത്. ഫോണിൽ കാണുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ക്ലിയർ ആയിട്ട് അറിയുന്നില്ല ഈ ഒരു കളറ്. ഇത് ശരിക്കും കാണുന്ന സമയത്ത് റോസും വയലറ്റും കൂടി കൂടിയിട്ടുള്ള ഒരു കളറായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഈ സെയിം കളർ തന്നെയാണ് മൂക്കിൻ്റെ ഭാഗത്തും കൊടുക്കുന്നത്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നെക്സ്റ്റ് വീഡിയോയിൽ പേര് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജൊനാറ്റ് എന്നാണ് പേര്. അപ്പോൾ നമ്മുടെ കുട്ടി സബ്സ്ക്രൈബറിന് ഒരു ബിഗ് ഷൗട്ട് ഔട്ട്. ഇതിൻ്റെ കൊമ്പിൻ്റെ മുകളിൽ കുറച്ച് ലൈൻസ് കൂടി വരച്ചു കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മാർക്കർ വെച്ചിട്ട് അതൊന്ന് വരച്ചു കൊടുക്കുകയാണ്. ഓരോ ലൈനിൻ്റെ അകത്തും ഓരോ കളേഴ്സ് വെച്ചിട്ട് നമുക്ക് ഫില്ല് ചെയ്യാം. ചെവിയുടെ ഭാഗത്ത് സ്കിൻ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഓറഞ്ച് തന്നെയാണ് കൊടുക്കുന്നത്. ഇതിൻ്റെ ചുറ്റും കുറച്ചധികം സ്പേസ് വെറുതെ കിടക്കുന്നത് പോലെ തോന്നി. അപ്പോൾ ഞാൻ അവിടെ കുറച്ച് ഹാർട്ട് ഷേപ്സ് വരച്ചു കൊടുത്തിട്ടുണ്ട് മാർക്കർ കൊണ്ട്. എന്നിട്ട് അതിൽ ഓരോ കളേഴ്സായിട്ട് നമുക്ക് ഫില്ല് ചെയ്യാം സ്കെച്ച് പെൻ വെച്ചിട്ട് തന്നെ. അപ്പോൾ അങ്ങനെ നമ്മുടെ യൂണിക്കോൺ തീമിലുള്ള ഫോൺ കവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് തന്നെ നമ്മുടെ ഫോൺ കവർ ഇപ്പോൾ ഇവിടെ ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ചെയ്തു നോക്കാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ്. ഇതുപോലൊരു പഴയ കവർ എല്ലാവരുടെ വീട്ടിലും കാണും. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഇതേപോലെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് നോക്കുക. യൂണിക്കോൺ തന്നെ വേണമെന്നില്ല, നമുക്ക് ഇഷ്ടപ്പെട്ട ഇമേജസ് നമുക്കിവിടെ വരച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഈ ഒരു ഈസി ആൻഡ് സിമ്പിൾ യൂണിക്കോൺ ഐഡിയ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് കൂടി തരിക. എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.